ഫിസിക്സിലെ ഒരു PYQ ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മതിലിന് മുകളിലുള്ള ഒരു കല്ല് 1 സെക്കൻഡ് കൊണ്ട് തറയിൽ വീഴുന്നു. മതിലിന് മുകളിലുള്ള ഒരു കല്ല് 1 സെക്കൻഡ് കൊണ്ട് തറയിൽ വീഴുന്നു. തറയിൽ സ്പർശിക്കുന്നതിന് തൊട്ട് മുമ്പ് കല്ലിൻ്റെ പ്രവേഗം എത്രയാണ്? അപ്പോൾ കല്ല് എവിടെയാണുള്ളത്? മതിലിൻ്റെ മുകളിലാണുള്ളത്. മതിലിന് മുകളിലുള്ള ഒരു കല്ല്, മതിലിന് മുകളിൽ നമ്മൾ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. മതിലിന് മുകളിലുള്ള ഒരു കല്ല് 1 സെക്കൻഡ് കൊണ്ട് തറയിൽ വീഴുന്നു. 1 സെക്കൻഡ് കൊണ്ട് മതിലിന് മുകളിലുള്ള ഒരു കല്ല് തറയിൽ വീഴുന്നു. 1 സെക്കൻഡ് കൊണ്ട് തറയിൽ വീഴുന്നു. അപ്പോൾ ജി തന്നിട്ടുണ്ട്. ജി എത്രയാണ്? ഭൂമിൻ്റെ ജി നമുക്കറിയാം 9.8 ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷേ അതിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ജി അവർ റൗണ്ട് ചെയ്ത് എത്രയാണ് തന്നത്? 10 ആണ് തന്നത്. എത്രയാണ് തന്നത്? 10 തന്നിട്ടുണ്ട്. അപ്പോൾ മതിലിന് മുകളിൽ നിന്നൊരു കല്ലിട്ടു. അപ്പോൾ തറയിൽ സ്പർശിക്കുന്നതിന് തൊട്ട് മുമ്പ് കല്ലിൻ്റെ പ്രവേഗം എത്രയാണ്? എന്താ വെച്ചാൽ തറയിൽ സ്പർശിച്ച് കഴിഞ്ഞാൽ, തറയെ തൊട്ട് കഴിഞ്ഞാൽ പ്രവേഗം എന്തായി പോവും? 0 ആയി പോവും. തറയിൽ തൊട്ട് കഴിഞ്ഞാൽ പ്രവേഗം 0 ആയി പോവും. അപ്പോൾ ചോദിച്ചത് തറയിൽ തൊടുന്നതിന് തൊട്ട് മുമ്പ് എത്രയാണ് കല്ലിൻ്റെ പ്രവേഗം. അതായത് ആദ്യ പ്രവേഗം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? കല്ല് സ്റ്റേബിളാണ്, മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യ പ്രവേഗം, ഒരു വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിലുള്ള പ്രവേഗം, നമ്മൾ നിരീക്ഷിക്കുമ്പോഴുള്ള പ്രവേഗമാണ് ആദ്യ പ്രവേഗം. അപ്പോൾ ആദ്യ പ്രവേഗം തന്നിട്ടുണ്ട്. എത്രയാണ്? 0 അല്ലേ? ആദ്യ പ്രവേഗം തന്നെന്ന് വെച്ചാൽ നമ്മൾ സങ്കല്പിച്ചെടുക്കണം. കാരണം കല്ല് മുകളിലാണ് നിൽക്കുന്നത്. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ബൈ സമയമാണ്. അപ്പോൾ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിന് സ്ഥാനാന്തരം 0 ആയതുകൊണ്ട് പ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം ഇതിൻ്റെ പ്രവേഗം നമുക്കറിയാം എത്രയാ? 0. നിശ്ചലാവസ്ഥയിലായതുകൊണ്ട് ആദ്യ പ്രവേഗം എന്താണ്? 0 ആണ്. ഇനി നമ്മൾ കാണേണ്ടത് എന്താണ്? അന്ത്യപ്രവേഗമാണ്. ഇനി കല്ല് താഴോട്ട് വീഴുന്ന സമയം തന്നിട്ടുണ്ട്. എത്രയാണ്? 1 സെക്കൻഡാണ്. ഇനി കല്ലിനുണ്ടാകുന്ന ത്വരണം തന്നിട്ടുണ്ട്. എത്രയാ? 9.8. ഭൂമിയിൽ നിന്ന് ഒരു വസ്തു താഴോട്ട് വീഴുമ്പോൾ അതിൻ്റെ പ്രവേഗം ഓരോ സെക്കൻഡിലും 9.8 വെച്ച് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഭൂഗുരുത്വ ത്വരണം, നമ്മൾ ജി എന്ന് പറയുന്നത്. അപ്പോൾ 9.8 ക്വസ്റ്റ്യനിൽ 10 ആയിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10 ആയിട്ട് തന്നെ എടുക്കണം, 9.8 ആയിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷനിൽ കൊടുക്കാം. ന്യൂട്ടൻ്റെ ഇക്വേഷൻ ഓഫ് മോഷനിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പം ന്യൂട്ടൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ വരുന്നത് 3 എണ്ണാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, പിന്നെ ഏതാണ്? തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷനിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ V = U+AT, ഒന്നാം ചലന നിയമം. രണ്ടാമത്തത് S = UT + ½ AT². S = UT + ½ AT². 3 ഏതാണ്? V² = U² + 2AS. ഇതാണ് 3 ചലന നിയമങ്ങൾ. ഒന്നാമത്തെ ഏതാണ്? V = U+AT. 2 S = UT + ½ AT². 3 V² = U² + 2AS. ഇതിൽ മൂന്നിലും ഈ 3 ഇക്വേഷൻ എടുത്താലും എസ് തന്നിട്ടില്ല. അതായത് എസ് എത്രയാണെന്ന് തരാത്തത് കൊണ്ട് ഈ 2 ഇക്വേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാൻ പറ്റില്ല. എസ് തന്നിട്ടില്ല. സ്ഥാനാന്തരം തന്നിട്ടുണ്ടോ? കല്ല് എത്ര ഹൈറ്റിലാണെന്ന് തന്നിട്ടില്ല. അതുകൊണ്ട് സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒറ്റൊന്നേ വഴിയുള്ളൂ. ഏതാണ്? ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് മാച്ച് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം നമുക്ക് ഉപയോഗിക്കാം. 2, 3 ഉപയോഗിക്കാൻ പറ്റില്ല. എസ് എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരമാണ്. അപ്പോൾ സ്ഥാനാന്തരം തന്നിട്ടില്ല. കല്ല് എത്ര ഹൈറ്റിലാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് എത്രാമത്തെ ഇക്വേഷൻ എടുക്കുക? ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണക്ക് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ തന്ന വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് ഉത്തരം കിട്ടും. V = U+AT. വി ആണ് കാണേണ്ടത്. യു എത്രയാണ്? യു നമ്മൾ നേരത്തെ പറഞ്ഞു കല്ല് മുകളിലാണ് ഇരിക്കുന്നത് അല്ലേ? മതിലിന് മുകളിൽ ഇരിക്കുന്ന കല്ലാണ്. അപ്പോൾ ആദ്യ പ്രവേഗം നമ്മൾ നേരത്തെ കണ്ടു. എത്രയാണ്? 0. കല്ലിൻ്റെ ത്വരണം തന്നിട്ടുണ്ട്. എത്രയാണ്? 10. ഭൂമി കൊടുക്കുന്ന ത്വരണം, ഭൂഗുരുത്വ ത്വരണം 9.8. റൗണ്ട് ചെയ്ത് എത്ര എടുത്തു? 10. ടൈം തന്നിട്ടുണ്ട്. എത്ര സെക്കൻഡ് കൊണ്ടാണ് വീഴുന്നത്? 1 സെക്കൻഡ് കൊണ്ടാണ് തറയിൽ വീഴുന്നത്. അപ്പോൾ സെക്കൻഡിലാണ്. അപ്പോൾ മാറ്റമൊന്നും വേണ്ട. സെക്കൻഡ്, മിനിറ്റ് ആണെങ്കിൽ സെക്കൻഡിലേക്ക് ആക്കിയാൽ മതി. അപ്പോൾ സെക്കൻഡ് ആയതുകൊണ്ട് 1 തന്നെ കൊടുക്കാം. അപ്പോൾ V = 0 + 10 × 1 10. അപ്പോൾ V എത്ര കിട്ടും? 0 + 10 10 മീറ്റർ പെർ സെക്കൻഡ്. 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അന്ത്യപ്രവേഗം കിട്ടി. തറയിൽ തൊടുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രവേഗം എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതിൽ ആൻസർ ഏത് വരും? ആൻസർ ബി, 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.